ആ കാലഘട്ടത്തിലുള്ള സലഫു സാലിഹ്യങ്ങളായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാരിഫീങ്ങളായ ഔലിയാക്കന്മാർ ഒരുമിച്ച് കൂടി ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ ദുനിയാവിൻ്റെയും ആഖിറത്തിനോടുള്ള സ്നേഹത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് അവർ ഒരുമിച്ച് കൂടി ചിന്തിച്ചു. അപ്പോൾ സഹാബാക്കളുടെ അഹ്വാലുകളെക്കുറിച്ച്, അവരുടെ അവസ്ഥകളെക്കുറിച്ച് അവർക്ക് ഓർമ്മപ്പെടുത്താമെന്ന് അവർ വിചാരിച്ചു. അവർ നിന്നിരുന്ന അവസ്ഥകളെക്കുറിച്ച് ഏതുപോലെ അല്ലാഹു അവർക്ക് നൽകിയ ചില ഫതഹുകൾ പോലെ, പുണ്യമായ രഹസ്യങ്ങൾ പോലെ, അവരുടെ അറിവുകൾ പോലെ, അവരുടെ ആത്മീയമായ രുചികൾ പോലെ, അതുപോലെ തന്നെ അവർ ദീനിൽ ഉറച്ചു നിന്ന അവസ്ഥകളെ പോലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ, സഹാബാക്കളുടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യും, മാർഗത്തിൽ അവരെ കൊണ്ടുവരാം എന്ന് അവർ വിചാരിച്ചു. അങ്ങനെ സഹാബാക്കളുടെ മനാക്കിബുകൾ, പ്രകീർത്തനങ്ങൾ അവർ എഴുതി. അവർ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുപാട് ചൊല്ലിയ ആളായിരുന്നു. അത് അവിടുത്തെ ശീലമായിരുന്നു. ആർക്കെങ്കിലും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്താണോ അധികരിപ്പിച്ചത് അത് നിങ്ങളോ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ അവരെന്ത് ചെയ്തു? അവര് സഹാബാക്കളുടെ അവസ്ഥകളുമായി അവരുടെ അവസ്ഥകൾ അളന്നു. ഉദാഹരണം, അബൂദർ റളിയല്ലാഹു അൻഹു തങ്ങളെപ്പോലെ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു ഇമാം സാഹിദീങ്ങളുടെ പരിത്യാഗങ്ങളുടെ ഇമാം. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരുന്നു അല്ലദീ ഹുവ ഇമാമുൽ മുഹദ്ദിസീൻ, അവർ മുഹദ്ദിസീങ്ങളുടെ ഇമാമായിരുന്നു. സയ്യിദ്നാ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ദീനിന്റെ വിഷയത്തിൽ ആവേശം ഉള്ള ആളായിരുന്നു, ആവേശമുള്ള ആളുകളുടെ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. സയ്യിദ്നാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു ഇമാമുൽ ഖുറമ, ഔദാര്യശാലികളുടെ ഇമാമും അന്തസ്സുള്ളവരുടെ ഇമാമും ലജ്ജയുള്ളവരുടെ ഇമാമും ഒക്കെ ആയിരുന്നു അദ്ദേഹം റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു മുദരിസീങ്ങളുടെ ഇമാമ്. ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനത്തെ മുദരിസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിപ്പിക്കുന്ന മുദരിസീങ്ങളുടെ ഇമാമായിരുന്നു. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു അല്ലദീ ഹുവ ഇമാമു, പരിശുദ്ധമായ ഖുർആന്റെ കാര്യങ്ങളുടെ ഇമാമായിരുന്നു. സയ്യിദ് സാദിഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അനന്തരാവകാശത്തിന്റെ നിയമങ്ങൾ പറയുന്നതിന്റെ ഇമാമായിരുന്നു മാനുകൾ. ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ ഇമാമായിട്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളാവുന്ന ഖുർആന്റെ ലിസാന്, ഈ മുഫസ്സിരീങ്ങളുടെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഇമാം. അവര് ഇങ്ങനത്തെ മഹത്തുക്കളായ സ്വഹാബാക്കൾ അവരുടെ മക്കാമിനെ എത്തിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണോ ആ കാര്യങ്ങളൊക്കെ അവർ വിശദീകരിച്ചു. അവരുടെ അഹ്വാലുകളിൽ നിന്ന് അള്ളാഹു അവരിൽ വെളിവാക്കിയ കാര്യങ്ങളെ എത്തിമാദ് ചെയ്തുകൊണ്ട്, ആശ്രയിച്ചതുകൊണ്ട്, അവരുദ്ദേശിക്കാതെ. അപ്പോൾ ഈ സ്വഹാബാക്കളൊക്കെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ മുഫസ്സിരീങ്ങളുടെ ഇമാമായത്, ഞാൻ തഫ്സീറിലാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ, ഞാൻ കുറച്ച് തഫ്സീറിനെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടല്ല. ബഹുമാനപ്പെട്ട അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചത് എൻ്റെ ഏരിയ ലാ ഇലാഹ ഇല്ലല്ലാഹാണ്, അതുകൊണ്ട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടല്ല. ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു സ്വപ്ന വ്യാഖ്യാതാവായത് എൻ്റെ ഏരിയ സ്വപ്ന വ്യാഖ്യാനാണെന്ന് വിചാരിച്ചിട്ട് അതിൽ മാത്രം മുഴുകിയത് കൊണ്ടും അല്ല. നമ്മൾ അങ്ങനെയാണ് അതിനെപ്പറ്റി തെറ്റിദ്ധരിച്ചത് ഉള്ളത്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ അങ്ങനെ ആയി തീർന്നതാണ്. യഥാർത്ഥത്തിൽ അവര് ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല, ഇങ്ങനെ ആവണമെന്നും ആഗ്രഹിച്ചിട്ടില്ല, അവരങ്ങനെ ആയി തീർന്നതാണ്. പക്ഷെ നമ്മൾ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇവരുടെ ഇങ്ങനത്തെ മഹത്വങ്ങൾ എടുത്തു പറയാൻ തുടങ്ങി. പക്ഷെ ആൾക്കാർ കരുതിയത് ഇവരിങ്ങനെ ആയത് ഇതാകാൻ ശ്രമിച്ചത് കൊണ്ടാണ്. ഈ ഇബാദത്തുകളിലൊന്നും ഇങ്ങനെ പ്രത്യേകമായൊരു ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് എന്താണോ ഇബാദത്ത് ചെയ്യാൻ പറയുന്നത് ആ ഇബാദത്തിൽ നിലനിൽക്കുക എന്നല്ലാതെ അവർക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ആവണമെന്നൊന്നും അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അള്ളാഹു അല്ലാത്ത എല്ലാ ശ്രദ്ധകളിൽ നിന്നും, അള്ളാഹു അല്ലാത്ത എല്ലാ നോട്ടങ്ങളിൽ നിന്നും അവരെ തന്നെ മുറിച്ചവരായിരുന്നു. അങ്ങനത്തെ അവരൊരിക്കലും ഇങ്ങനൊന്നും ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജനങ്ങളുടെയും അവസ്ഥകൾ മോശമായപ്പോൾ, ദുനിയാവിനോടും ഉള്ള ഹുബ്, ആഖിറത്തിനോടുമുള്ള ഹുബ്, ഇതിൽ മാത്രമായി ജനങ്ങൾ മുഴുകിയപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ, അവരുടെ ഹിമ്മത്ത് വർദ്ധിപ്പിക്കുക എന്ന അർത്ഥത്തിലായിരുന്നു നാലാം നൂറ്റാണ്ടിന് ശേഷം, മൂന്നാം നൂറ്റാണ്ടിന് ശേഷം ആ കാലഘട്ടത്തിലെ സലഫു സാലിങ്ങൾ ഇതൊക്കെ ആളുകൾക്ക് മുമ്പിൽ പറയാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ കൂടുതലും ആഫിലീങ്ങളായ അള്ളാൻ തൊട്ട് അശ്രദ്ധരായ ആളുകളാണല്ലോ. ആ ആളുകൾ ഫലമ്മ സമയാത്ത് ഇത് അവർ കേട്ടപ്പോൾ ഇലാ ഖൗലി ഖുബാരിഹിം ഫരിഹു ബി കലാമിഹിം, അവരെന്ത് ചെയ്തു? ഈ വാക്കുകളിൽ സന്തോഷിച്ചു. വാഹദു അലാ അഷ്യാഹിം ഉഹൂദൻ, അവരുടെ ശേഖന്മാരിൽ നിന്ന് ബൈഅത്തിനെ, ഉടമ്പടിനെ സ്വീകരിച്ചു. അലാ അൻ യദ്കുറ കുല്ല വാഹിദിൻ ത്വരീഖത്തൻ അഹബ്ബഹുവ,
അങ്ങനെ ഓരോ ആളുകളും അവർക്ക് ഇഷ്ടമുള്ള ത്വരീക്കത്തിനെ സ്വീകരിച്ചു അവരിൽ നിന്ന്. എങ്ങനത്തെ ത്വരീക്കത്ത്? അവരുടെ ബുദ്ധി ഇഷ്ടപ്പെടുന്ന ത്വരീക്കത്ത്. അതായത് ഇപ്പൊ ഇങ്ങനൊക്കെ വൈകൾ പറഞ്ഞു കൊടുത്തല്ലോ. ഇപ്പൊ ഒരാള് അവരുടെ ഷെയ്ഖിന്റെ അടുത്ത് വരുന്നത് എന്താ പറഞ്ഞാൽ, എനിക്കിതാ ഈ വഴി വേണം, എനിക്ക് ഈ ദിക്ർ ചെല്ലണം, എനിക്ക് അത് വേണം, അബൂഖുദ്ദീഖുള്ളാന്റെ ഈ കാര്യം എനിക്ക് കിട്ടണം, മുറുള്ളാന്റെ ഈ കാര്യം എനിക്ക് കിട്ടണം. അങ്ങനെ അവരുടെ ബുദ്ധി എന്താണോ അവരോട് ചെയ്യാൻ കൽപ്പിക്കുന്നത്, ആ കൽപ്പിക്കുന്ന കാര്യം ഷെയ്ഖന്മാരിൽ നിന്ന് അവർ വാങ്ങാൻ തുടങ്ങി. അവർ അള്ളാഹിന്റെ ദീനല്ല സ്വീകരിച്ചത്, അവർ അള്ളാഹുവിനെ അറിയാനോ അല്ല ശ്രമിച്ചത്. അവർക്ക് അവർ സ്വന്തമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എനിക്കിതാണ് ഇഷ്ടം, അപ്പൊ ഞാൻ അത് സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ ഓരോ ഷെയ്ഖന്മാരുടെ അടുത്ത് സ്വീകരിക്കാൻ തുടങ്ങി. മഖ്സൂദ് അയിമ്മത്ത് റളിയല്ലാഹു അൻഹു, എന്നാൽ ഈ ഇമാമിങ്ങളുടെ ഇത് പഠിപ്പിച്ചു കൊടുത്ത ഇമാമിങ്ങളുടെ മഖ്സദ് എന്തായിരുന്നു? അവരുടെ അള്ളാഹുവിൽ നിന്നുള്ള മറനെ മൃദുവാക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു. കട്ടിയായ മറയായ സമയത്ത് ആ കട്ടിയായ മറയനെ ഒന്ന് മൃദുവാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതൊക്കെ പറഞ്ഞത് അവരോട്. അദ്കാറിന്റെ ദിക്റിന്റെ പ്രകാശം കൊണ്ട് പിന്നീട് എല്ലാം ഒഴിവാക്കി അള്ളാഹുവിലേക്ക് മാത്രം തിരിയാൻ അവർക്ക് ശക്തി ഉണ്ടാക്കി തരാൻ വേണ്ടി, ശക്തി കൊടുക്കാൻ വേണ്ടി, അതിനുള്ള കഴിവും പ്രാപ്തി അവർക്ക് ഉണ്ടാവാൻ വേണ്ടി. അതായിരുന്നു അവരുടെ ഉദ്ദേശം. അവരുടെ ഹൃദയം ഈ മയപ്പെട്ടു എന്ന് അവർ കണ്ടാൽ അവർക്ക് മുമ്പിൽ അവർ വ്യക്തമാക്കി കൊടുക്കും ഈ അമലുകളൊക്കെ ഫാസിദായിരുന്നു, ഒന്നിനും പറ്റാത്തതായിരുന്നു എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. അവരെ ഈ മാർഗത്തിലൂടെ സഞ്ചരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർക്ക് ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടായിരുന്നു. അതായത് അവരുടെ ഹൃദയം മൃദുവാക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി? ഉമ്മത്തിനോടുള്ള നസീഹത്തായിക്കൊണ്ട്. അപ്പൊ ഈ ഉമ്മത്ത് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. അള്ളാഹുവിന്റെയും അടിമന്റെ ഇടയിൽ വലിയ മറകൾ വന്നിട്ടുണ്ട്. അവർക്ക് ദുനിയാവിനോടും ആഖിറത്തിനും മാത്രമേ തോതിയുള്ളൂ, അള്ളാഹ് എന്നുള്ള ശ്രദ്ധ അവർക്കില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവരുടെ ആ മറനെ ലഘൂകരിക്കാൻ വേണ്ടി, അവരുടെ മറനെ മൃദുവാക്കാൻ വേണ്ടിയാണ് അവരോട് ഈ കൽപ്പനകൾ നൽകിയത്. എന്നാൽ ഈ കൽപ്പനകളിലൂടെ അവർക്ക് ആ മറ മൃദുവായി കഴിഞ്ഞാൽ അവരോട് പറയും, നിങ്ങൾ ഈ സഞ്ചരിച്ച പാത ശരിയായ പാത അല്ല, അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ മറകളാണ്, ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം, അതല്ലാത്ത എല്ലാത്തിനെയും നിങ്ങൾ ഒഴിവാക്കണം എന്ന് അവരോട് കൽപ്പിക്കപ്പെടും. ഈ ത്വരീഖത്തിന്റെ അഹ്ലുകാരുടെ ഇപ്പോൾ ഇവരിങ്ങനെ ഈ ത്വരീഖത്ത് സ്വീകരിക്കുന്നു പറഞ്ഞല്ലോ. അങ്ങനെ ഈ ത്വരീഖത്ത് സ്വീകരിച്ചാൽ ആ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുടെ നേതാക്കന്മാരാവുന്ന ആളുകളോ അവരായിരുന്നു അഹ്ലു ത്വരീഖത്തുൽ ഉല. അവർ ഒന്നാമത്തെ ത്വരീഖത്തിന്റെ ആൾക്കാർ. ഏത്? സഹാബാക്കളുടെ ത്വരീഖത്തിന്റെ ആൾക്കാർ. അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ 11-ാം നൂറ്റാണ്ട് വരെ, ഹിജറ 11-ാം നൂറ്റാണ്ട് വരെ, സഹാബാക്കളെ കാലം മുതൽ ഹിജറ 11-ാം നൂറ്റാണ്ട് വരെ ആ ഓരോ കാലഘട്ടത്തിലെയും ഇമാമന്മാരായിട്ടുള്ള മശായിഖന്മാരെല്ലാം സഹാബാക്കളുടെ രീതി അവലംബിച്ചവരാണ്. അവർ ഈ പ്രത്യേകമായ രീതിയിലേക്ക് പോയവരല്ല. പൊതുവായും പ്രത്യേകമായും ഒക്കെ അവർ മുഹമ്മദീകളായിരുന്നു. അവർ സഹാബാക്കളുടെ രീതി അവലംബിച്ചവരായിരുന്നു. അവര് അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും ഒഴിവാക്കിയിരുന്നു. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയത് പോലെ. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത എല്ലാ ലക്ഷ്യങ്ങളിൽ നിന്നും ഒഴിവായി അള്ളാഹുലേക്ക് മാത്രം, അള്ളാഹിന്റെ അടിമയായിട്ട് മാത്രം നിലകൊണ്ട ആൾക്കാരെല്ലാവരും മുഹമ്മദികളാണ്. അവരൊക്കെ മുഹമ്മദികളായിരുന്നു.